ഹായ് ഗൈസ്, മസ്കറ്റ് റോയൽ ഒബ്ര ഹൗസിൻ്റെ ഒന്ന് രണ്ട് സൈഡിൽ നിന്നുള്ള ചെറിയൊരു വ്യൂസാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയ ഗാർഡനാണിത്. അപ്പോൾ ഗാർഡനൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ദൂരെ കാണുന്നതാണ് ഒബ്ര ഹൗസ്. അതിൻ്റെ ഒരു ആംഗിളാണിത്. ഇതിൻ്റെ മറ്റ് ഒന്ന് രണ്ട് ആംഗിൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ നൽകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബൊഗൺവില്ല കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണിത് ഈ കാണുന്നത്. അത് കുറച്ച് പുൽച്ചെടികളും അങ്ങനെ കുറേ സംഭവങ്ങളും ഒരു വാട്ടർ ഫൗണ്ടനും ഒക്കെ ഉൾപ്പെട്ട ഒരു ചെറിയ ഗാർഡൻ ഒബ്ര ഹൗസിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രധാന സംഭവമാണ് ഈ ഒബ്ര ഹൗസ് എന്ന് പറയുന്നത്. ഈ റോയൽ ഫാമിലിയിലെ വലിയ വലിയ പ്രോഗ്രാംസുകൾ, വലിയ കലാകാരന്മാർ ലോകത്തുള്ള പല ഭാഗത്തു നിന്നും പ്രോഗ്രാം ചെയ്യാനൊക്കെ വരുന്ന ഒരു കലാവേദി കൂടിയാണ് ഈ റോയൽ ഒബ്ര ഹൗസ് എന്ന് പറയുന്നത്. ഈ ഒബ്ര ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. നമുക്ക് കാണാനായിട്ട് പല സംഭവങ്ങളുണ്ട്. പക്ഷേ അതിന് ഉള്ളിൽ കടക്കണമെങ്കിൽ നമ്മൾ പാസ് എടുത്ത് വേണം കടക്കാൻ. അപ്പോൾ ഇതിലെ പ്രോഗ്രാംസിനൊക്കെ വരുമ്പോൾ നല്ല റേറ്റുള്ള പാസുകളാണ് വരുന്നത്. ഇതാണ് റോയൽ ഒബ്ര ഹൗസിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ എടുത്തൊരു വ്യൂ ആണ്. കുറച്ച് ദൂരെ നിന്നുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള വ്യൂ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം. ഇതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാൻ അത് ഫുള്ളായിട്ട് കവർ ചെയ്തില്ല. മെയിനായിട്ടുള്ള കാര്യം ഈ റോഡ് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത് വട്ടം കറങ്ങി പാലം കയറി തിരിച്ച് കറങ്ങി വരണം. അപ്പം അത്രയും ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളിപ്പം തൽക്കാലം ചെയ്യുന്നത്. ഇതിന് ശേഷം ഞാൻ മറ്റൊരു ദിവസം നല്ല ക്ലിയറായിട്ട് കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിലായിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേജൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതരം സ്റ്റേജാണ്. മുഴുവൻ ഹൈഡ്രോളിക്കാണ്. അത് 15 അടിയോളം പല ദിശകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ചുരുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വേദിയൊക്കെ എല്ലാ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ഏരിയയാണ് ഉള്ളെന്ന് പറയുന്നത്. വളരെ റോയലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒറിജിനൽ ഗോൾഡുകളാണ് ഇതിനകത്ത് ഡിസൈൻസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. വളരെയേറെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബിൽഡിങ് തന്നെയാണ് ഈ റോയൽ ഒബ്ര ഹൗസ്. റോയൽ ഒബ്ര ഹൗസ് എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഡിസൈനുകളും. നമുക്ക് അതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ വർക്കിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങുമായിട്ട്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇപ്പം എനിക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പിന്നെ നമുക്ക് ഏതെങ്കിലും അവസരത്തിൽ നമുക്കവിടെ കയറാൻ പറ്റുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ ആർട്ടോ ഷിബു മലയാളം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റുകൾ തന്നും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.